ഓരോരോ വ്യക്തികളെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വ്യക്തികൾക്ക് വിടുതൽ ആവശ്യമുള്ളവർക്ക് വിടുതൽ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവസരങ്ങൾ കാത്തിരിക്കുന്നവർക്ക് അവസരങ്ങൾ തുറക്കപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇരുമനസ്സോടുകൂടെ പല തീരുമാനങ്ങൾ എടുക്കുവാനായി ശങ്കിച്ചു നിൽക്കുന്ന ഓരോരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കർത്താവെ, അങ്ങയുടെ ഹിതപ്രകാരമുള്ള പദ്ധതികൾ അവർക്ക് തെളിവായി വരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഇതുവരെയും കണ്ടിട്ടില്ലാത്തതുപോലെ കർത്താവെ, വഴിവെട്ടുന്ന വാതിലുകൾ തുറക്കപ്പെടുന്ന അവസ്ഥകൾ ഓരോരുത്തരും രുചിച്ചറിയേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും അതൊന്ന് തിരിച്ചറിയേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മേഖലമേലും ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരം നീട്ടി ഓരോരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. രോഗികളായിരിക്കുന്ന ഓരോരോ വ്യക്തികളെയും കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വർഷമായി കിടപ്പ് രോഗികളായിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. 38 വർഷമായി കർത്താവെ തളർന്നു കിടക്കുന്ന വ്യക്തി കുളത്തിലിറങ്ങി സൗഖ്യമാകുവാൻ തൻ്റെ ടേൺ കാത്തിരുന്നപ്പോൾ കർത്താവ് കരം നീട്ടി കുളത്തിന് പുറത്ത് വെച്ച് തന്നെ സൗഖ്യമാക്കിയെങ്കിൽ കിടപ്പ് രോഗികളായിരിക്കുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തസ്രാവക്കാരത്തി സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ കർത്താവെ, ബ്ലീഡിംഗ് വിഷയമായി കർത്താവ് യൂട്രസ് സംബന്ധമായി വേദന അനുഭവിക്കുന്ന രോഗികളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടബാധ്യതയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ലക്ഷങ്ങളാകട്ടെ കോടികളാകട്ടെ ഒരു വഴിയും നിങ്ങളുടെ മുൻപിലില്ലെങ്കിലും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കടങ്ങളെ ഞങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് കർത്താവെ, അവർക്ക് വേണ്ടിയുള്ള ഒരു ദൈവകരം ഇപ്പോൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞെരുക്കങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ബിസിനസ് മേഖലയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് മേഖലയിലായിരിക്കുന്ന ഓരോരോ വ്യക്തികളും ഈ ദിവസങ്ങളിൽ കർത്താവെ, അവരുടെ ബിസിനസ് മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൻ്റെ തടസ്സങ്ങൾ മാറട്ടെ. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ അവരുടെ ബിസിനസ് മേഖലമേൽ വലിയ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ കർത്താവെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ, മാനസിക പിരിമുറുക്കങ്ങളാൽ വൈകാരികമായി തകർന്നിരിക്കുന്ന, മാനസികമായി തകർന്നിരിക്കുന്ന കർത്താവെ, അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് ഈ ദിവസങ്ങളിൽ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അവരുടെ എല്ലാ മാനസിക സംഘർഷങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഫ്രീ മൈൻഡ് അവർക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ കരം നീട്ടി കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബിസിനസ് മേഖലയിൽ കർത്താവെ, സാമ്പത്തിക സ്രോതസ്സുകൾ അവർക്ക് വേണ്ടി അങ്ങ് തുറക്കാൻ പോകുന്നതിനായി നന്ദി പറയും. എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ അധ്വാന ഫലം അവർ അനുഭവിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. 30, 60, 100 മേനി ഫലം അവർക്ക് ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ കർത്താവെ, എല്ലാ തടസ്സങ്ങളെയും മാറ്റി വലിയ വിശാലത അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. അതേപോലെ കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പല പല ആവശ്യങ്ങൾ കർത്താവിന്റെ സന്നിധി മുൻപാകെ വെച്ചിരിക്കുന്ന ഓരോരോ വ്യക്തികളെയും കർത്താവ് ഇപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ, അവരുടെ പ്രാർത്ഥനകളെ കർത്താവെ അങ്ങ് കേട്ട് അത് ഗ്രാൻഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും അവരുടെ മേലേക്ക് ഞാനിപ്പോൾ അയച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എല്ലാ സബ്ജക്റ്റും മനസ്സിലാക്കി പഠിക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവകൃപ അവരോട് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഡ്മിഷനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. പല പല കോഴ്സുകൾക്ക് വേണ്ടി, മാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഓരോരോ കുഞ്ഞുങ്ങളെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് വേണ്ടിയത് കർത്താവ് ഒരുക്കിയത് അവരുടെ കരങ്ങളിലേക്ക് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ സാമ്പത്തിക നന്മകൾ ഈ ദിവസങ്ങൾ റെഡിയായി വരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും വിവാഹം ആകാതെ കാത്തിരിക്കുന്നവരുണ്ട് കർത്താവെ. തക്ക തുണയെ ഈ ദിവസങ്ങളിൽ കർത്താവ് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് മേലുള്ള സകല തടസ്സങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ജോലി മേഖലമേൽ തടസ്സം അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലമേലുള്ള സകല തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല രോഗികളെയും കർത്താവെ അങ്ങ് ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ കർത്താവെ. ബ്ലഡ് ക്യാൻസറുകൾ മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിച്ച് വഴി നടത്തുന്നവൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ.